കരമുയർത്തേ. എന്തൻ യേശുവേ, എന്തൻ യേശുവേ, എന്തൻ യേശുവേ, എന്തൻ എന്തൻ യേശുവേ, എന്തൻ യേശുവേ, എന്തൻ യേശുവേ, എന്തൻ യേശുവേ. പാവങ്ങൾ പോക്കവേ, ശാപങ്ങൾ നീക്കവേ, ഭൂലോകം വந்தாரையா. மனிதனை மீட்காவே, பரலோகம் திறக்காவே, சிலுவையை சுமந்தாரையா. பாவங்கள் போக்காவே, சாபங்கள் நீக்காவே, பூலோகம் மனிதனை மீட்காவே, பரலோகம் திறக்காவே, சிலுவை சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. எந்தன் യേശുവേ, எந்தன் യേശുവേ, எந்தன் യേശുവേ, எந்தன் യേശുവേ, எந்தன் യേശുവേ, எந்தன் യേശുവേ, எந்தன் യേശുവേ. தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தால் அவர் உன்னை வெறுக்க மாட்டார். தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தால் அவர் உன்னை வெறுக்க மாட்டார். காரம் பிடித்து நடத்திடுவார், கண்மனமே நிறுத்திடுவா. காரம் பிடித்து நடத்திடுவா, கண்மனமே நிறுத்திடுவா. எந்தன் യേശുവേ, எந்தன் எந்தன் യേശുവേ, எந்தன் തുള്ളിച്ചാടിയാലും എന്തൻ യേശുവേ, എന്തൻ യേശുവേ, എന്തൻ യേശുവേ. ഓ കരമുയർത്തി യേശുവേ, 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 യേശുവേ. Thank you Jesus Lord. Oh shararere ribana serero shandalalololololo ripaba baba sekarabalaga shagaro. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்க உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்க உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போவதில்லை, என்ன தேடி வந்தாரையா. நான் தேடி போவதில்லை, என்ன தேடி வந்தாரையா. எந்தன் യേശുവേ, எந்தன் യേശുവേ, எந்தன் യേശുവേ, எந்தன் യേശുവേ, യേശുവേ, எந்தன் യേശുവേ, எந்தன் യേശുവേ. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போவதில்லை, என்ன
தேடி போவதில்லை, என்னை தேடி வந்தாரையா எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே. ஓ ஷாரா பரக சிக்க பரக லோத்ரோ த்ரோதோ. Jesus name, Yeshua, Yeshua. നന്ദിയേ നന്ദിയേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ലേ, നന്ദിയേ നന്ദിയേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ലേ, നന്ദിയേ നന്ദിയേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ലേ, നന്ദിയേ നന്ദിയേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ലേ. ആരാധനയേ ആരാധനയേ എത്ര ആരാധിച്ചാലും മതിയാവില്ലേ, ആരാധനയേ ആരാധനയേ എത്ര ആരാധിച്ചാലും മതിയാവില്ലേ, നന്ദിയേ നന്ദിയേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ലേ, നന്ദിയേ നന്ദിയേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ലേ. ആരാധനയേ ആരാധനയേ എത്ര ആരാധിച്ചാലും മതിയാവില്ലേ, ആരാധനയേ. രണ്ട് കൈകളും അടിച്ചുകൊണ്ട് അല്പനേരം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞാൻ ഈ ഹോളിലേക്ക് കയറിയപ്പോൾ കണ്ട ഒരു വെളിപ്പാട് പറയട്ടെ. രണ്ട് ചിറകുകൾക്ക് കീഴിൽ ഈ ജനം ഇരിക്കുന്നു. ആ ചിറകുകളുടെ വർണ്ണം എനിക്ക് പറയാൻ വയ്യ. അതിമനോഹരമായ പല വർണ്ണങ്ങൾ കൊണ്ടുള്ള രണ്ട് മനോഹരമായ ചിറകിൻ്റെ നിഴലിൽ ഇരിക്കുന്നു. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ഇവർ അനുഗ്രഹീതരാണ്, ഇവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. ഓ, ആ കൈകളടിച്ച് യേശുവിനെ നന്ദി പറയാം. ഉറക്കെ പറ, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, നന്ദി പരിശുദ്ധാത്മാവേ. ഓരോ റോ റോ കോ നോ നാ നാ ഹാസ ലേ രേ നോ 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 സിനി കാലോ. ഓ, this is the day of manifestation. Hallelujah. This is the day of manifestation. Amen. ഇതാ ദൈവത്തിന്റെ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ ദിവസമാണ്. ധാരാളം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകട്ടെ, മാനിഫെസ്റ്റേഷനുകൾ ഉണ്ടാകട്ടെ. പ്രവചിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ശുശ്രൂഷകർ എഴുന്നേൽക്കട്ടെ, അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, സുവിശേഷകർ എഴുന്നേൽക്കട്ടെ, ഇടയന്മാർ എഴുന്നേൽക്കട്ടെ, രോഗശാന്തിയുടെ വരക്കാർ എഴുന്നേൽക്കട്ടെ, ഭൂതങ്ങളെ പുറത്താക്കുന്നവർ എഴുന്നേൽക്കട്ടെ, അധികാരത്തോടെ കർത്താവിനെ പറയുന്നവർ എഴുന്നേൽക്കട്ടെ, വെളിപ്പാടുകളുള്ളവർ എഴുന്നേൽക്കട്ടെ, ദർശനങ്ങളുള്ളവർ എഴുന്നേൽക്കട്ടെ, രാജ്യത്തെ പ്രബോധിപ്പിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. Rise! 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 Rise up and shine! Rise
Rise up and shine. Rise up and shine. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ വർഷം പഠിപ്പിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇതുവരെ പലതും മനസ്സിലാക്കാത്തത് നമുക്ക് ദൈവം മനസ്സിലാക്കി തന്നു. നമ്മുടെ അറിവില്ലേ, നമുക്ക് എന്ത് അറിയുമോ അതിനപ്പുറത്തേക്ക് ചിലത് തുറന്നു തരാൻ ദാഹിക്കുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന് കഴിയുകയുള്ളൂ. പലതും നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് പലതും അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. ഞാൻ മത്തായി സുവിശേഷം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിക്കുകയായിരുന്നു. ശബത്ത് കഴിഞ്ഞു, ആഴ്ചവട്ടം 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്നക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. ഒരു നിമിഷം കൂടെ നിങ്ങൾ നിന്നാട്ടെ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ലുരുട്ടി നീക്കി അതിന് മേലിരുന്നു. അവന്റെ മുഖം മിന്നുന്ന മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു മരിച്ചവരെ പോലെയായി. പക്ഷേ ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കാവൽക്കാർക്ക് ദൂതൻ മരണഭയമാണ് കൊണ്ടുവന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് മരണഭയമല്ല കൊണ്ടുവന്നത്, അവരുടെ അന്വേഷണത്തിന് ഉത്തരവാണ് കൊണ്ടുവന്നത്. ആൾക്കാരെന്ത് ചെയ്തു? മരിച്ചവരെ പോലെയായി. കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ആ സ്ത്രീകളോട് ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ അന്വേഷിച്ച കാര്യത്തിന് ഉത്തരം തരാനാ ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ എന്നെ സ്വാധീനിച്ചത് ആദ്യത്തെ വാക്കുകളാണ്. പെട്ടെന്നൊരു വലിയ ഭൂകമ്പം ഉണ്ടായി. ദൈവവചനം നിങ്ങൾ വായിച്ചാലേ നമുക്ക് ഇടനീളം കാണാൻ കഴിയും. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുന്നത് നമുക്ക് കാണാനായി കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവദൂതന്മാരും എവിടെയൊക്കെ വെളിപ്പെടുന്നുവോ ആ വെളിപ്പെടുന്ന ഇടങ്ങളിൽ എന്തോ ഉണ്ടാകും? ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് നിങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മുറിയിൽ ഒരു ശബ്ദം കേട്ടു. ഒരാൾ വാതിൽ തുറന്നു. നിങ്ങളുടെ വീട് റൂമിനകത്തിരിക്കുന്ന ചില സാധനങ്ങളെല്ലാം കൂടെ മറിഞ്ഞു വീണു. വലിയൊരു വെളിച്ചം ഉണ്ടാകുന്നു, കതവ് തുറക്കുന്നു. നിങ്ങളുടെ മാനസിക സ്ഥിതി എന്തായിരിക്കും? ഒന്ന് പറ. അങ്ങനെ ഒരു കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യാറ് പോലും ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനും കേൾക്കാം, ദൈവം പറയുന്നത് നമുക്ക് കേൾക്കത്തുമില്ല. എന്തോ ഒരു സ്ഥലത്ത് കൈയടിച്ച് പാട്ടുപാടി അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നവരാ കൂടുതലും ക്രിസ്തീയ വിശ്വാസികൾ. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവുമായി ചിലപ്പോൾ ഒരു ശബ്ദത്തോടെ ആളുകൾക്ക് വരാം. That's great. It's great. ഫിസിക്കൽ, ശ്രദ്ധിക്കൂ, ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് അത് സ്പിരിച്വലായും ഫിസിക്കലായും നമുക്ക് പല ഉറപ്പും നൽകുന്നതാണ്. പക്ഷെ സഭയിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസിനെ ആരും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സ്പിരിച്വൽ മാനിഫെസ്റ്റേഷൻ അല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? യെസ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അന്യഭാഷ ലഭിച്ചു, ഇമ്പോർട്ടൻ്റ് അതിനല്ലേ? തീർച്ചയായിട്ടും. വരങ്ങൾ ലഭിച്ചു, ഇമ്പോർട്ടൻസ് അതിനല്ലേ? ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തിയിൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ അവർ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവരെന്താണ് ആഗ്രഹിച്ചിരിക്കുന്നത്? ഓ ഹല്ലേലൂയ. അവരാഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആഗ്രഹിച്ചിരിക്കുക. അവർ ആ ശക്തി ആ മുറിയിൽ വന്നപ്പോ അവരിയ്ക്കുന്ന സ്ഥലം കുലുക്കുന്ന വിധത്തിൽ അത് വന്നതാ. നിങ്ങളോട് ചോദിക്കട്ടെ, അവരുടെ വിശ്വാസത്തിന്റെ നിലവാരം പിന്നെ എങ്ങനെയായിരിക്കും? അവർ പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അവരുടെ എന്തായിരിക്കും? ഞങ്ങൾ ഇരുന്ന മുറി മുഴുവൻ കുലുങ്ങി, കഴിഞ്ഞില്ല. ഞങ്ങളുടെ അവിടെ ഉണ്ടായ മുഴക്കം അങ്ങ് അകലെയുള്ള ജെറുസലേമിലുള്ള ആളുകൾ പോലും കേട്ടു. ഏയ് കം ഓൺ, ഏയ്
അങ്ങനൊരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിട്ടാണ് ഇവരിത് എക്സ്പീരിയൻസ് ചെയ്തതെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവം എത്രത്തോളം അവർക്ക് വലുതായി തോന്നും. Are you listening? ഇന്ന് സഭയിൽ അങ്ങനൊരു മാനിഫെസ്റ്റേഷനെ കുറിച്ചോ അങ്ങനൊരു അനുഭവങ്ങളെ കുറിച്ചോ അങ്ങനൊരു അനുഭവം വേണമെന്നുള്ള ദാഹത്തെക്കുറിച്ചോ സഭയിൽ നിന്ന് ചിത്രം പോയി. ഇതാ ദമാസ്കസിന്റെ പടിവാതിക്കൽ പൗലോസ് നിൽക്കുകയാ. പെട്ടെന്നൊരു വെളിച്ചം മിന്നി. അവൻ കുതിരപ്പുറത്തുനിന്ന് വീണു. അവന്റെ കൂടെ ഉണ്ടായിരുന്ന പടയാളികൾ കേൾക്കത്തക്ക വിധത്തിൽ ഒരു മഹാശബ്ദം ഉണ്ടായി. വേദപുസ്തകം പറയുന്നത് കൂടെ നിൽക്കുന്നവർക്ക് പരിഭ്രമം ഉണ്ടായി. പൗലോസ് പറഞ്ഞു, ആരാ കർത്താവേ ഇത്? നിങ്ങളത് ചോദിച്ചു നോക്കിയേ. അവനെ കൊല്ലാൻ പിടിച്ചാലും പൗലോസ് പറയും, ഞാൻ ഒരുവനെ കണ്ടു, ഞാനത് അനുഭവിച്ചു. No one can resist me. അവനുണ്ടായ അനുഭവവും സ്വർഗീയ ദർശനവും ആത്മീയ അനുഭവവും ഫിസിക്കലായ അപ്പിയറൻസും എല്ലാം കൂടെയാണ് അവനെ ഉറപ്പിച്ചത്. ആമേൻ. ഈ പകൽ ചിലരോടൊരു ദൂത് പറയുവാൻ എനിക്കൊരു ഹൃദയമുണ്ട്. നിങ്ങളുടെ മുറിയിൽ, നിങ്ങളുടെ വീട്ടിൽ അല്ല, ഈ പകൽ ഈ ഹോളിൽ നിങ്ങളെ അരക്കെട്ടുറപ്പിക്കുന്ന വിധത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ സ്വർഗത്തിന് ഇഷ്ടമുണ്ട്, സ്വർഗത്തിന് താല്പര്യമുണ്ട്. Come on, കൈ അടിച്ചുരി ഹല്ലേലൂയ പറ. Be serious. നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ഫിസിക്കൽ അപ്പിയറൻസോ ഫിസിക്കൽ ഇടപെടലുകളോ പ്രതീക്ഷയില്ലാതെ വണ്ണം സഭ ഫിസിക്കലായ അനുഭവങ്ങളെ അടിച്ചൊടിച്ചു കളഞ്ഞു. അഭിഷേകത്തിൽ ഒരാൾ വീണു, ഉരുണ്ടു, കരഞ്ഞു, ശബ്ദമുണ്ടാക്കി, ചിരിച്ചു. എല്ലാത്തിനും എതിരിടുന്ന ഒരു കാലഘട്ടത്തിന് നടുവിലാണ് നമ്മൾ നിൽക്കുന്നേ. അവരെന്നെയും ഞാൻ ഈ പറഞ്ഞതിനെയും വിമർശിക്കുമായിരിക്കും. പക്ഷേ സഭയിൽ ദൈവിക അനുഭവങ്ങൾ ആവശ്യമാണ്. അപ്പാ, ഈ പകൽ ഈ ശുശ്രൂഷയുടെ നേതൃത്വമാകുവാൻ എനിക്ക് അവസരം തന്നുവെങ്കിൽ ജീസസ് വേൾഡിന്റെ മുക്കിലും മൂലയിലുള്ള എല്ലാ സഭകളിലും ചെറുതും വലുതുമായ എല്ലാ കൂട്ടായ്മയിലും ഇന്നു മുതൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. ഞാൻ ഇവരുടെ അപ്പോസ്തലിക ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ റിലീസ് ചെയ്യുകയാണ്. കർത്താവിനെ ആരാധിക്കുന്നവർക്ക് ആരാധിക്കാം. ഫിസിക്കലായി ചിലത് വേണമെന്ന് ആഗ്രഹിക്കാം. അന്യഭാഷ മാത്രമല്ല നമുക്ക് വേണ്ടത്. ശരീരമെന്ന് കുളിര് തോന്നുന്ന പോലെയല്ല മാത്രമല്ല വേണ്ടത്. അതിനപ്പുറത്ത് ചിലത് ദൈവത്തിന് ചെയ്യാൻ ഈ പകൽ കഴിയുമെന്ന് I believe. നിങ്ങൾക്ക് ഏതെങ്കിലും അനുഭവം ഉണ്ടായാൽ അതിനെ ചുറ്റും നിൽക്കുന്നവർ അടച്ചു കളയാൻ ഇടയാക്കല്ലേ. അവരെ നോക്കരുത്. ഫിസിക്കൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ നോക്കുന്നത് അവരുടെ സാരിയും അവരുടെ ഷർട്ടും ഒക്കെയാണ്. നോ 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 നോ. If Holy Spirit move, allow. Allow. ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് എൻ്റെ മുറി കുലുങ്ങുന്ന വിധത്തിൽ, എൻ്റെ വാതിലുകൾ തുറക്കുന്ന ശബ്ദം കേൾക്കുന്ന വിധത്തിൽ. 2020 ജനുവരി മാസങ്ങൾക്ക് മുമ്പ് 2019 ലാസ്റ്റിൽ ഞാൻ ചർച്ചിൽ വന്ന് പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർമ്മിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ രാത്രിയിൽ എല്ലാ ഫാനും എല്ലാ AC-യും എല്ലാ ശബ്ദവും ഓഫായിരിക്കുന്ന സമയത്ത് നിങ്ങളതിൻ്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ടിക് 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 കേട്ടിട്ടുണ്ടോ? ഞാൻ ഭയന്നു പോയൊരു കാര്യം, ഞാൻ നിലവിളിച്ചു പോയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞു. സ്വർഗം രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതും അവൻ്റെ കാലച്ച് അടുത്ത് 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 വരുന്നതും ഫിസിക്കലി ഞാൻ കേട്ടു.
anointing. Thank you, Jesus. Appa. എനിക്കുണ്ടായ ഒരു ഭയം, ഞാൻ എൻ്റെ ശുശ്രൂഷാ സമയത്ത് ഞാൻ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് ഭയം നൽകി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായി ഞാൻ ചർച്ചിൽ വന്ന് ആ ഞായറാഴ്ച പറഞ്ഞു ഞാൻ ഭയപ്പെട്ടു പോയെന്ന്. I can see he is very closer. Hallelujah. ആ ക്ലോസ്നെസ്സിന് മുമ്പ് സ്വർഗം ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രത്യേകത മാനിഫെസ്റ്റേഷൻസ് ആണ്. Amen. അതിനെതിരായി പ്രസംഗിക്കുന്നവരെ കേൾക്കരുത്. അതിന് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കട്ടെ. നമുക്ക് വേണ്ടത് ഫിസിക്കലായ മാനിഫെസ്റ്റേഷനും കൂടെയാണ്. Yes. ആ കൈകളൊന്ന് അടിച്ചിട്ട് വരാ. ഫിസിക്കലായ മാനിഫെസ്റ്റേഷൻ കൂടെയാണ്. Receive. സ്വപ്നം കാണണം, സ്വപ്നം കാണണം. ഞാൻ ഒരിക്കലേ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വാതിൽ കറ 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 എന്ന് പറഞ്ഞ് തുറക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിലെ എല്ലാ വാതിൽക്കും സ്റ്റോപ്പേഴ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഡോഴ്സാണ്. ഈസി ആയതുകൊണ്ട് എല്ലാം തനിയെ അടയും, നമ്മളാരും അടയ്ക്കണ്ട. അത് തുറക്കാൻ ഒരാൾക്ക് പറ്റത്തില്ല. അതിനെ ഹാൻഡിൽ മൂവ് ചെയ്ത് തള്ളിയാലേ തുറക്കത്തുള്ളൂ, അല്ലെങ്കിൽ തനിയെ അടഞ്ഞേ ഇരിക്കത്തുള്ളൂ, തുറക്കത്തില്ല. തനിയെ കാറ്റടിച്ചാൽ തുറക്കത്തില്ല, ഒരാൾ തള്ളിയാലേ തുറക്കത്തുള്ളൂ. എനിക്ക് തോന്നാൻ തുടങ്ങി ആരോ കതവ് തുറക്കുന്നു. കർത്താവിന് കതവ് തുറന്നൊന്നും അകത്ത് വരണ്ട, കർത്താവിന് അകത്ത് വരാം. പക്ഷേ വാട്ട് ഐ എം ട്രൈങ് ടു സേ, ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ആ റൂം മുഴുവൻ ദൈവ തേജസ് കൊണ്ട് നിറയാൻ തുടങ്ങി. മുട്ടുമേൽ നിൽക്കുന്നവർക്കൊന്ന് മുട്ടുമേൽ നിൽക്കാം, മുഴങ്കാലിൽ നിൽക്കാൻ കഴിയുന്നവർക്ക് മുഴങ്കാലിൽ നിൽക്കാം, ആഗ്രഹിക്കുന്നവർക്കൊന്ന് കരമുയർത്താം. ഇവിടെ സാധിക്കത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷേ സാധിക്കുന്നവർക്ക് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുന്നതായിട്ട് മുട്ടുകുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ കരം ഒന്ന് ഉയർത്തിയിട്ട് പറ, വി നീഡ് ലോർഡ് ഫിസിക്കൽ അപ്പിയറൻസ്, ലോർഡ് ഫിസിക്കൽ എക്സ്പീരിയൻസ്. സുളിവാടി വെള്ളം അവിടെ വെച്ചിട്ട് പോവാ. ഖാസനിനോ റോക്കോസിലിയാന്തലബാ ലോനോ സിനാന ഖാസലിനോ കോറിയാന്തലബോ. അപ്പാ ഫിസിക്കൽ എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ലാത്തതാ സഭയ്ക്ക് വേണം കർത്താവേ. സഭയിലെ ആളുകൾ പറയട്ടെ, എൻ്റെ മുറിയിലാത്തൊരാൾ കയറി വന്നു, ഞങ്ങളുടെ മുറി മുഴുവൻ കുലുങ്ങി, ഞങ്ങളൊരു വലിയ ശബ്ദം കേട്ടു, ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടു. അയൽവക്കത്തെ ആളുകളും ആ ശബ്ദം കേട്ടു, അവർ ഓടിക്കേറി. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സഭയിനകത്തേക്ക് ഒഴുകട്ടെ. കേരളത്തിലും ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലുമുള്ള ആഫ്രിക്കയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ചർച്ചിനകത്തേക്കും ഇത് അനുഭവങ്ങൾ ഒഴുകട്ടെ. എൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് അത് ഒഴുകട്ടെ. ഫിസിക്കലായി അവരുടെ മുറിയിലേക്ക് ഇപ്പോൾ അത് കയറി ചെല്ലട്ടെ. ഇത് പിന്നീട് കേൾക്കുന്നവരിൽ അതാ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ അവരനുഭവിക്കട്ടെ. Physically, a power വ്യക്തികളിൽ വ്യാപരിക്കട്ടെ. ജേനോ നോനോ കാസല കാബന നാസകോ നോറിയാന്തബാ. The fire, the fire, the fire, the fire, the fire, the fire. ആ കണ്ണുകളുടെ ചിലപ്പോൾ നേരം നിന്നേ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഫിസിക്കൽ ആ പ്രസൻസ് ഒഴുകട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കല്ലേ കുറച്ചു നേരം, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കല്ലേ കുറച്ചു നേരം, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കല്ലേ കുറച്ചു നേരം. Power Lord. ഇവരുടെ ചുറ്റും കാറ്റടിക്കുന്നവർ അനുഭവിക്കട്ടെ, ഇവരുടെ ചുറ്റും പരിശുദ്ധാത്മാവ് ചലിക്കുന്നവർ അനുഭവിക്കട്ടെ. We need
physical experience, Holy Spirit. അന്യഭാഷ മാത്രം പോരാ അപ്പാ. ഞങ്ങൾക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലത്തും ഈ കൊടുങ്കാറ്റ് മൂവ് ചെയ്യണം. ഞങ്ങൾ ചെല്ലുന്ന മുറിയിൽ കൊടുങ്കാറ്റടിക്കണം. ഞങ്ങൾ ചെല്ലുന്ന പ്രസംഗ ഹാളിൽ കൊടുങ്കാറ്റടിക്കണം. ഞങ്ങൾ കയറുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ കരം ആ ചെല്ലുന്ന ഇടം, ചെല്ലുന്ന ഹോൾ, ചെല്ലുന്ന വീട് വ്യക്തിപരമായി അനുഭവിക്കണം. വ്യക്തിപരമായി അനുഭവിക്കണം. അനുഭവിക്കണം. The anointing, Abhishekam, the fire. No, nana sili nara no ni andala nana sili rogoro. യേശുവിന്റെ അടുക്കൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് യോഹന്നാൻ സ്നാപകനല്ലാതെ ആരും അറിഞ്ഞില്ല. അവൻ കേട്ട ശബ്ദം യോഹന്നാനും യേശുവും അല്ലാതെ മറ്റാരെങ്കിലും കേട്ടു എന്ന് വ്യക്തമല്ല. പക്ഷേ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. അവർ പ്രതീക്ഷിച്ചത് ശക്തിയായിരുന്നു. പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിനോട് കൂടെ ദൈവശക്തിയുമായിരുന്നു. ആ പ്രതീക്ഷയിലിരുന്നവർക്ക് ശക്തിയുടെ മാനിഫെസ്റ്റേഷന്റെ നിർബന്ധം സ്വർഗത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വീട് കുലുങ്ങിയത്. അതുകൊണ്ടാണ് അവന് നിശബ്ദനായി വരാമായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചത് ശക്തിയാണ്. അതുകൊണ്ട് അവൻ നിശബ്ദനായിട്ടല്ല അവിടെ ഇറങ്ങിയത്. ആ പരിസരത്തെ കുലുക്കി മറിച്ച് ഇറങ്ങിയത്. ആയിരുന്ന കെട്ടിടം മുഴുവൻ കുലുങ്ങിയെങ്കിൽ, Holy Spirit, we need such type of experiences, Lord. We need, Lord, we need. അല്ലപ്പാ, ഈ പകൽ മുതൽ 6-ാം തീയതി ഈ ഞായറാഴ്ച പകൽ മുതൽ ഞങ്ങൾ എവിടെ ചലിക്കുന്നുവോ, ഞങ്ങൾ എവിടെ ഇരിക്കുന്നുവോ, അത് ഞങ്ങൾക്ക് നീ പകരുന്നതിന് നന്ദി അപ്പാ. താങ്ക് യു. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറ ഹല്ലേലൂയ. ശാലിലമാന ഹസിലിനോരോ റാൻഹനിനാന നോകസിലിനാന ബേനന നോകോ നിനിസികിനാരി റോസിനാലി ബോഹോനി ആൻദലബ Le la cacelo riatero. Fire, 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 fire. എന്നോട് കർത്താവ് പറഞ്ഞത്, ജോണേ, നീ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നീ പറഞ്ഞാൽ മതി. എനിക്ക് അവരെ വീണ്ടും ശക്തീകരിക്കണം. So I know what I am sharing now. ഞാൻ കർത്താവ് പറഞ്ഞതിനപ്പുറത്ത് എൻ്റെ അറിവും എനിക്ക് മനസ്സിലായതൊന്നും പറയണ്ട. I know something is going on today. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Holy Spirit. Thank you, Jesus. We adore your name, Lord. Thank you, Jesus. We believe in, Lord. Thank you, Jesus. From today, Yes. we will see the more powerful manifestation. More powerful manifestation. Yes. നിങ്ങളുടെ വീടിൽ, നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുക. ആ കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് എഴുന്നേൽക്കാം. ഒന്ന് തുള്ളിച്ചാടി കർത്താവിനോട് നന്ദി പറയാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. താങ്ക് യു ജീസസ്. Thank you, Jesus. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. താങ്ക് യു വെരി മച്ച്. Oh, Rabalasho. അനിഭാഷയിൽ അല്പനേരം ആരാധിച്ച് നിർത്താതെ പ്രസംഗിക്കാൻ ഞാൻ അനിഭാഷയിൽ കർത്താവിനെ ആരാധിച്ച്
സ്വർഗ്ഗം എന്നോട് പറഞ്ഞത്, ഞാൻ എന്റെ ചെവിയിൽ ഇപ്പോൾ കേട്ടത്, പുതിയ പാഠങ്ങൾ, പുതിയ അനുഭവങ്ങൾ. ഞാൻ നിങ്ങളോട് പറയാം, ഇത് നിങ്ങളോടുള്ള ദൂതാണ്. പുതിയ പാഠങ്ങൾ, പുതിയ അനുഭവങ്ങൾ ഇന്ന് രാത്രി, ഈ പകൽ മുതൽ നിങ്ങൾ അനുഭവിക്കും. It is already begun. Hallelujah. It is begun. Fire, fire, fire. Thank you for the anointing. Thank you, Jesus. അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവർ പറയുന്നത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ആ കർത്താവേ, ഇവരുടെ ഭീഷണിയെ നോക്കണമേ. സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആരോ ഒരാൾ ചിന്തിച്ചു, ബ്രദർ കുറച്ച് നേരത്തെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞത്. തീർച്ചയായും കൃപ ലഭിച്ചു എന്ന് തന്നെ എപ്പോഴും പറയുന്നേ. പ്രാർത്ഥനയാൽ അനേകർക്ക് ലഭിച്ച കൃപ, പ്രാർത്ഥനയാൽ കൃപ ലഭിക്കുമോ? പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നും അറിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം വീണ്ടും കുലുങ്ങി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ പറഞ്ഞു, അവർക്ക് നേരെയുള്ള അധിക്ഷേപം പറഞ്ഞവരെ ദൈവം കൊല്ലുകയോ ഇല്ലാതാക്കുകയോ കുന്തൂരോ ഒന്നും ചെയ്തില്ല. ഞാനിന്ന് പറയുന്ന വാചകം ശ്രദ്ധിക്കേ. നിന്നെ ഉയർത്തുന്നത് വാസ്തവത്തിൽ ദൈവം ചെയ്യുന്ന വേറൊരു ശിക്ഷാ നടപടിയാണ്. നിനക്ക് മനസ്സിലാവുന്നത് എനിക്കറിയത്തില്ല. നിന്നെ എതിർക്കുന്നവരുടെ നടു ഒടിക്കുന്നതിനും തുല്യമാണ് ആ എതിർക്കുന്നയാൾക്ക് എതിർക്കാൻ കഴിയാത്ത വിധത്തിൽ നീ ഉയർന്നു പോകുന്നത്. പറഞ്ഞാട്ടെ. നിന്നെ എതിർക്കുന്നവർക്ക് എതിർത്തിട്ട് കാര്യമില്ലെന്ന് തോന്നുന്ന വിധത്തിലേക്ക് നിന്നെ ഉയർത്തുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഈ പകൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടായില്ലേ? ആ ഉണ്ടായതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എതിരാളികൾക്ക് തൊടാൻ കഴിയാതെ വണ്ണം അടുത്ത ലിഫ്റ്റിംഗ് വരികയാണ്, അടുത്ത ഗ്രേസ് വരികയാണ്. ഓരോ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളും ഓരോ പുതിയ കൃപയാണ്. അടുത്തിരിക്കുന്നവരുടെ കൈ തൊട്ട് പറ, ഓരോ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളും നിന്റെ മേൽ പകരുന്ന പുതിയ കൃപകളാണ്, പുതിയ അനുഭവങ്ങളാണ്. അത് ശത്രുവിന്റെ മുകളിൽ നിന്നെ ഉയർത്തുന്നതാണ്, നിന്റെ തല ഉയർത്തുന്നതാണ്. ഓ വണ്ടർഫുൾ ജീസസ്, വണ്ടർഫുൾ ജീസസ്. ആ കൈകളൊന്ന് അടിച്ചൊരു ഹല്ലേലൂയ പറ. എന്റെ തലയെ മനുഷ്യ മധ്യേ ഉയർത്തിയിടും, യഹൂദാ ഗോത്രത്തിലെ സിംഹമേ. എന്റെ തലയെ മനുഷ്യ മധ്യേ ഉയർത്തിയിടും, യഹൂദാ ഗോത്രത്തിലെ സിംഹമേ. ഓഹോ ആരാധ്യൻ, ആരാധ്യൻ, സർവശക്ത ഭൂമികൾക്കും ആരാധ്യൻ, 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 സർവശക്ത ഭൂമികൾക്കും ആരാധ്യൻ. ഓ വാഴ്ത്തുക, വാഴ്ത്തുക, യേശുവിന്റെ നാമം വാഴ്ത്തുക. ഓ ഉയർത്തുക, ഉയർത്തുക, യേശുവിന്റെ നാമം ഉയർത്തുക. അടുത്തൊരു 5 പേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, നിന്റെ തലയെ മനുഷ്യരുടെ മധ്യ ഉയർത്തുന്നത് ഓരോ ഉയർച്ചയുടെയും രഹസ്യം പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിന്റെ തലയെ മനുഷ്യ മധ്യേ, മനുഷ്യ മധ്യേ. ഓ തുള്ളിച്ചാടി പറ. ഓ come on.
മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിലെ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിലെ സിംഹമേ, ഓ ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. ഇത് നിന്റെ തല ഉയരുന്ന സീസണാണ്. ഇത് നിന്റെ തല ഉയരുന്ന സീസണാണ്. നോക്കൂ, ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. സോളി വരാവോ, സോളി വരാവോ. പഴയ നിയമത്തിൽ ദൈവം ഒരാളെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിയോഗിക്കുന്നതിനേക്കാൾ മുമ്പ്, ഒരു കുപ്പിയും കിടന്നേ, ഓടിവോ ഓടിവോ, ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ് അവന്റെ തലയിൽ അഭിഷേകം ചെയ്യും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവൻ എന്റെ അഭിഷക്തനാണ്, ഇവന് ഞാനാണ് ഓഹരി, ഇവനെ തൊടാൻ ആർക്കും കഴിയത്തില്ല, ഞാൻ ഇവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുകയാണ്. നിങ്ങൾ രാജാക്കന്മാരുടെ മേലും പ്രവാചകന്മാരുടെ മേലും അഭിഷേക തൈലം പഴയ നിയമത്തിൽ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പക്ഷേ അന്ന് തൈലക്കൊമ്പിൽ വ്യാപരിച്ചവൻ അക്ഷരീകമായി നിന്റെ മുകളിൽ വ്യാപരിച്ചതാണ് അഭിഷേകം. ഓ വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ആരാന്ന്? സ്വർഗം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ തീരുമാനിച്ചപ്പോ അവൻ അയച്ചത് അവന്റെ ആത്മാവിനെയാണ് അയച്ചത്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് ഈ ലോകത്തിലൊന്നുമില്ല. അതിനെ തടയാൻ ഒരു ലോകത്തിലെ ശക്തികൾക്കും കഴിയത്തില്ല. സർവ സൃഷ്ടിയുടെയും ക്രിയേറ്റർ, the craftsman, അവൻ പാതാളത്തിലേക്ക് കയറി ചെല്ലുന്ന കാഴ്ചയൊന്ന് കാണാവോ? നിങ്ങൾക്കറിയാവോ? അവൻ നേരെ പാതാളത്തിലേക്ക് ചെന്നു. ആഘോഷിക്കുന്ന ശത്രുവിന്റെ നടുവിൽ നിന്ന് യേശുവിന്റെ ശരീരം ഉയർന്നു. നിങ്ങൾ വിചാരിക്കുന്നു യേശുവിന്റെ ആത്മാവ് പരിശുദ്ധ ആത്മാവ് യേശുവിനെ ഉയർത്തുമ്പോ അവിടെ ഒരു യുദ്ധം നടന്നു കാണുമെന്ന്? നോ 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 നോ, ഒരു യുദ്ധവും ഇല്ല. യേശു കർത്താവ് അവിടുന്ന് ഉയരുമ്പോ സകല ദുഷ്ടനും അവന്റെ എല്ലാ ബലവും കാൽവറിയിലെ അവസാനിച്ചുവെങ്കിൽ ഇതാ ഉയർക്കുമ്പോ പാതാളം മുട്ടുമടക്കി. അതുകൊണ്ടാ യേശു പറഞ്ഞേ, സ്വർഗത്തിലെയും ഭൂമിയിലെയും പാതാളത്തിലെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാ. നിന്നെ തൊടാൻ കഴിയത്തില്ല, നിന്നെ തൊടാൻ കഴിയത്തില്ല. പാതാളം നിന്നെ തൊടുകയോ നിനക്ക് നേരെ ഒരു തടസ്സം വെക്കുകയോ കഴിയത്തില്ല. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഇന്ന് രോഗങ്ങൾ കഴിഞ്ഞു പോകണം, പാണ്ട് അപ്രത്യക്ഷമാകണം, വെയിറ്റ് കുറയണം, ശരീരത്തിൽ ഓരോന്നും ദൈവശക്തി കൊണ്ട് നിറയണം.
നിന്റെ തലയിലെ രോമകൂപം വരെ ദൈവശക്തി കൊണ്ട് നിറയട്ടെ. Now, this is the time. വാഴ്ത്തുക യേശുവിന്റെ നാമം. നിങ്ങൾ ശ്രദ്ധിക്കാവോ? അടുത്ത ആഴ്ച ഞാൻ ഡീറ്റെയിലുകളിലേക്ക് പോകാവേ. പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അളവില്ലാത്ത ശക്തിയാണ് എൻ്റെ അകത്ത് കയറിയിട്ടുള്ളത്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അടുത്ത ആഴ്ച ആഴത്തിൽ പഠിക്കുക. അതിനു മുമ്പേ നിങ്ങൾ ഈ ലോകത്തിലെ കാലഗതിക്കും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവന് കീഴ്പ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ, സകല ആകാശ ശക്തികളും സകല ദുഷ്ടശക്തികളും നോക്കി നിൽക്കെ യേശുവിൽ വിശ്വസിച്ച എന്നെ അതിന്റെ നടുവിൽ നിന്ന് ദൈവം വേർതിരിക്കുക ചെയ്തതെന്ന്. ഭയങ്കരമായി പോയി. ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ടെറിട്ടോറിയൽ ശക്തികൾ, ദേശത്ത് വ്യാപരിക്കുന്ന ശക്തികൾ. ആ ശക്തികളാണ് വ്യഭിചാരം, മോഷണം, കൊലപാതകം, തെറ്റായ ആരാധനകൾ. അവ ഉയർത്തുന്നത്. അതിന്റെ നടുവിൽ നിന്ന് നിന്നെ പൊക്കാൻ സ്വർഗം ഉപയോഗിച്ചത് അവന്റെ ഉയർപ്പിന്റെ ശക്തിയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾക്കോ, ഈ ലോകത്തിലെ ദേശശക്തികൾക്കോ, രാജ്യശക്തികൾക്കോ, അതിന്റെ സിംഹാസനങ്ങൾക്കോ നിന്നെ വിരല് കൊണ്ടുപോലും തൊടാൻ പറ്റിയില്ല. യേശു നിന്നെ വിടുവിച്ചപ്പെടുന്ന. നിങ്ങൾക്ക് പിടികിട്ടുന്നത് എനിക്ക് അറിയത്തില്ല. ജോണ്ടാരി ഒരിക്കൽ തല്ലിപ്പൊളിയായതിന്റെ കാരണം ദേശത്തിലെ ആകാശത്തിലെ ശക്തികൾ എന്നെ നിയന്ത്രിച്ചതാണ്. എന്നാൽ ഞാൻ യേശുവിനെ വിശ്വസിച്ചപ്പോ, സ്വർഗം തന്റെ ആത്മാവിനെ അയച്ചിട്ട് എന്നെ വിടുവിച്ചപ്പോ, ആകാശത്തിലെ ശക്തികൾ ഒന്നും ചെയ്യാൻ കഴിയാതെ കൈകെട്ടിപ്പോയെന്ന്. ഞാനൊരു ദൂത് പറയട്ടെ. നിനക്ക് ചുറ്റുമുള്ള സർവശക്തികളെയും കൈകെട്ടി നോക്കി നിൽക്കുന്ന വിധത്തിൽ, ഓച്ചാനിച്ച് നിൽക്കുന്ന വിധത്തിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ശക്തിയുടെ പേര് പരിശുദ്ധാത്മാവ്. എന്ന് പറഞ്ഞ സ്വർഗം പറയുവാ. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഞാന് മിസ്രയീമിൽ നിന്ന് നിന്നെ വിടുകയാണ്. നിന്നെ തടയാൻ ഒരു നായ് പോലും നിന്നെ നോക്കി കുരയ്ക്കത്തില്ലെന്ന്. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്തിട്ട് പറ, ഒരു നായ്ക്ക് പോലും കുരയ്ക്കാനുള്ള ധൈര്യം ഉണ്ടാവത്തില്ലെന്ന്. എന്ന് പറഞ്ഞ ദൈവം നിന്നെ പുറപ്പെടുവിക്കുമ്പോ പുറകെ ശബ്ദം ഉണ്ടാക്കാൻ പോലും ഒരുത്തിനും ഉണ്ടാകത്തില്ലെന്ന്. ഓരിയിടം കുറുക്കന്മാര് വരത്തില്ലെന്ന. എന്ന് പറഞ്ഞ അവരുടെ കൈയെ നിഷ്പ്രഭമാക്കിയ കർത്താവ് നിന്നെ പൊക്കിയാണ്. എന്ന് പറഞ്ഞ ദേശശക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് നിന്നെ ആരംഭിപ്പിച്ച ദൈവം. അടുത്തിരിക്കുന്നവരോട് പറ, ദേശശക്തികളെ എന്താ പറയാ, നിശബ്ദരാക്കിക്കൊണ്ട് ദൈവം നിന്നെ തുടങ്ങി വെപ്പിച്ചെന്ന്. എന്നിട്ടാ നീ പറയുന്ന ആ ശക്തികളൊക്കെ നിനക്കറി നിറങ്ങുമെന്ന്. എടാ, നിന്നെ നിരങ്ങുമായിരുന്നെങ്കിൽ നിന്നെ വിടാതെ പിടിക്കണമായിരുന്നു. നീ വിടാതെ പിടിക്കപ്പെടാൻ കഴിയാതെ നീ പുറത്തു വന്നുവെങ്കിൽ ഇനി ആര് പിടിക്കുമെന്നാ പറയുന്നേ. ഒരു 5-6 പേരും വന്നേ. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. അതിന്റെ നടുവിൽ ഒരാൾ വന്നേ, ജോഹമാനെ തടുക്കൽ വന്നേ, നിനക്ക് റെഡി തരണ്ടേ ആടാ, തൽക്കാലത്തിന് വിട്ടിരിക്കുക പോട്ടെ. ആൻഡ് വണ്ടർഫുൾ ജീസസ്.
ഇതൊന്ന് നടുക്കുന്നേ. ഇത് ചുറ്റും നിൽക്കുന്ന ദേശശക്തികളാന്ന് വിചാരിച്ചോ? പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇവനെ പുറത്തു കൊണ്ടുവന്നു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടാണ് നീ പറയുന്നത് ആ ശക്തികളൊക്കെ പോരാടുവായിരുന്നെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് പുറത്തു വിടാതെ അവർ സൂക്ഷിക്കണമായിരുന്നു. വല്ല മനസ്സിലാവുന്നോ? ദേശത്തിന്റെ അധിപതികൾക്ക് നിന്നെ വിടുവിച്ച പരിശുദ്ധാത്മാവിനേക്കാൾ കഴിവുണ്ടായിരുന്നെങ്കിൽ നിന്നെ അവിടെ തടഞ്ഞു വെക്കണമായിരുന്നു. നിന്നെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ അർത്ഥം അവർക്ക് നിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇത് എത്ര പേർക്ക് കയറിയാവോ ദൈവത്തിനറിയാം. ഞാൻ നിങ്ങളോട് പറയാം, ഇത് നിങ്ങൾക്ക് എന്ന് മനസ്സിലാവുന്നു അന്ന് ഈ പ്രസംഗം മാറുള്ളൂ. ഞാൻ ഈ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊരു കാര്യം അറിയാം, ചിലരെ ആദിശക്തരായി എഴുന്നേൽക്കുന്നു, ആദിശക്തന്മാർ എഴുന്നേൽക്കുന്നു. ആകാശത്തിലെ ശക്തികളും ഇപ്പോൾ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആ ദുശക്തികളും ഒരിക്കൽ എന്നെയും നിങ്ങളെയും പിടിച്ചു വെച്ചിരുന്നതാ. അതിന്റെ നടുവിൽ ഒരുവൻ യേശുവിനെ വിശ്വസിച്ചപ്പോ സ്വർഗം അങ്ങോട്ട് ചെന്നിട്ട് അവനെ പിടിച്ചോണ്ട് പോന്നെന്നാ. അതിനെ തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒട്ടും കഴിയത്തില്ല, ഇനി ഒരിക്കലും കഴിയത്തില്ല, ഇനി ഒരിക്കലും സാധ്യമല്ല. നിന്റെ ഉള്ളിൽ നിന്നെ രക്ഷിച്ച വിടുവിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കാളും ദേശശക്തികൾ, ദേശത്ത് വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ, ഭൂതങ്ങൾ, മന്ത്രവാദങ്ങൾ അത് വലുതായി തോന്നണമെന്ന് പിശാചിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ പോലെ ചിലരെ കണ്ടിട്ട് പറഞ്ഞു, ഭയങ്കര ദേശത്തിന്റെ ശക്തികളാ, പാരമ്പര്യ ശക്തികളാ, നിങ്ങളെ പോരാടിക്കൊണ്ടിരിക്കുക. എടവേ, ആ പോരാടിക്കൊണ്ടിരുന്നതിന്റെ നടുവിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നത് ഇനി എവിടിട്ട് പോരാടാനാ? അടുത്തിരിക്കുന്നവരോട് പറ, വഞ്ചിക്കപ്പെടരുത്. ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഒരു ഭൂതം ഇളകി. ഞാൻ ഭൂതത്തോട് കൈവച്ച് പോകാൻ പറഞ്ഞപ്പോൾ അത് ബഹളം വയ്ക്കാൻ തുടങ്ങി. ഞാൻ പോകത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഭൂതം ഇളകി. അത് ഇതുപോലെ പറഞ്ഞു, ഞാൻ പോകത്തില്ല. എന്നിട്ടൊരു വാചകം കൂടെ പറഞ്ഞു, ഇന്ന് നീ ഇങ്ങോട്ട് വരാൻ നേരത്തെ 2 പ്രാവശ്യം നിന്റെ വണ്ടി ഞാൻ മറിക്കാൻ നോക്കി. സത്യമായിരുന്നു, 2 പ്രാവശ്യം വണ്ടി മറിയാൻ പോയി. ഒരു ജീപ്പാ, മലയുടെ മുകളിലാണ് വീട്. പോകുന്ന വഴിക്ക് ഒരു പാറയുടെ മേൽ കയറി വണ്ടി പകുതി പൊങ്ങി താഴോട്ട് വീണു. ഞങ്ങളെല്ലാം ചത്തുവെന്ന് വിചാരിച്ചു, മറിഞ്ഞു എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത വാചകം പിശാച് പറയും, ഇപ്രാവശ്യം നീ തിരിച്ചു പോകുമ്പോൾ ഞാൻ മറിച്ചിരിക്കും. എനിക്ക് ഈ ഭൂതത്തെ പുറത്താക്കണോ സമാധാനത്തിരിക്കണോ? ആകെ കൊഴിഞ്ഞുപോയി. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഒരു ചോദ്യം ചോദിച്ചു, യേശുവിൻ്റെ നാമത്തേക്കാൾ അതിന് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ വന്നിട്ട് പോയിട്ടും അനങ്ങാതിരുന്നേനെ. നീ വന്നപ്പോൾ അത് ഇളകിയെങ്കിൽ അതിന് നിന്നേക്കാൾ ശക്തി കുറവാണ്. എന്നോട് ചോദിച്ചു, ആ വാചകം കയറിയോടുകൂടി ഞാൻ തലയിലോട്ട് കവിച്ചിട്ട് കള്ള പിശാചേ പോടാ. ആ സമയം അത് അലറി വിളിച്ച് നിലവിളിച്ച് ഓടിപ്പോയി. സ്മൂത്തായ വണ്ടി ഡ്രൈവിംഗ് ആയിരുന്നു. ഒരു കുലുക്കം പോലും തിരിച്ചിറങ്ങിയപ്പോൾ തോന്നിയില്ല. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ നിന്നെ വിരട്ടുന്നത് വേറെടുത്തുനിന്ന് കേട്ടാൽ അവിടെയാ പ്രശ്നം. പിശാചിന് എന്തെങ്കിലും കഴിയണമായിരുന്നെങ്കിൽ ഞാൻ രക്ഷയിലേക്ക് വരുന്നേക്കാൾ മുമ്പ് തടയണമായിരുന്നു. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, യേശുവിനെ അറിയണേക്കാൾ മുമ്പ് തടയണമായിരുന്നു. ഇനി എന്നാ ചെയ്യൂടേ? പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണേക്കാൾ മുമ്പ് തടയണമായിരുന്നു. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ആർക്കും തടയാൻ കഴിയാത്തവനെയാണ്. വാഴ്ത്തുക, വാഴ്ത്തുക, യേശുവിന്റെ നാമം വാഴ്ത്തുക.